തീർച്ചയായിട്ടും. കാരണം ഇന്ന് കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്താൽ നമുക്ക് ഒത്തിരി മിടുക്കരായ സ്ത്രീകൾ പൊതുരംഗത്ത് ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കുന്ന കാണാം. ഇപ്പോൾ കായംകുളം നഗരസഭ തൊട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ 6 പഞ്ചായത്തുണ്ട് ഇവിടെ. അവിടെ എല്ലായിടത്തും പകുതിയിലധികം സ്ത്രീകളുണ്ട് പലയിടത്തും. ഇപ്പോൾ ഒരിടത്ത് 18 പേരാണ് അംഗങ്ങളെങ്കിൽ 10 പേര് സ്ത്രീകളാണ് പലയിടത്തും, അല്ലെ 11 പേര് സ്ത്രീകളാണ്. ജനറൽ സീറ്റിൽ നിന്ന് പോലും ഇടതുപക്ഷം പലപ്പോഴും സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തുകളിലടക്കം. അപ്പം ഒരുപാട് ചെറിയ പെൺകുട്ടികളെ അടക്കം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒത്തിരി ചെറിയ പെൺകുട്ടികൾ പഠിക്കുന്നവർ, ഗവേഷണം നടത്തുന്നവർ, അഭിഭാഷകർ, അങ്ങനെയൊക്കെ ഒരുപാട് ചെറിയ പെൺകുട്ടികളെ ഞങ്ങളടക്കം ഇടതുപക്ഷം അടക്കം റിക്രൂട്ട് ചെയ്ത് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രതിലോമ പ്രവർത്തനങ്ങൾ വരാൻ ഇരിക്കുന്ന പുതിയ തലമുറയ്ക്കൊക്കെ തന്നെ. പക്ഷേ സ്ത്രീകളൊക്കെ ശക്തരാണ്. നമുക്ക് കേൾക്കുമ്പോൾ വിഷമമൊക്കെ വരും. പക്ഷേ ഒരു കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളൊക്കെ ശക്തർ തന്നെയാണ്. അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചില നീചമായ ശക്തികളുടെ ലക്ഷ്യം. ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തുനിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലെത്തിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ, വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. അത് മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്ന് കൂടി മനസ്സിലാവുകയാണ് നമുക്ക്. അതായത് ഒരാൾ ക്യാമറകൾ കൊണ്ടിരുന്ന് കരയുമ്പോഴും ഇത് ഒരു ധാർമ്മികമായി ചോദ്യം ചെയ്യുന്നൊരു തോന്നലുണ്ടോ എംഎൽഎ? അത്തരം പ്രതികരണം പാർട്ടി നടത്തും. ഇതൊരു സ്ത്രീവിരുദ്ധ പ്രസ്താവന എന്ന് പറയുന്നത് സ്ത്രീ പീഡനമാണ്. ഇത് കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആ കുറ്റകൃത്യത്തിൽ മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല. UDF ചെയർമാൻ എന്ന നിലയിൽ ഈ നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവന സ്ത്രീ പീഡനമാണ്. ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്ന കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതിന് യുക്തമായ നടപടികൾ എടുത്തേ മുൻപോട്ട് പോകും. അത് ഒരു മാപ്പ് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റകൃത്യം ഇല്ലാതാകില്ല. കൃത്യമായി ഈ കുറ്റകൃത്യത്തിന് വേണ്ട ശിക്ഷ നൽകുന്നതിനുള്ള നടപടികളുമായിട്ട് LDF മുൻപോട്ട് പോകും. പരാതി കൊടുക്കുന്നതിന് ആലോചിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് പരാതികൾ കൊടുക്കും. പരാതികൾ തയ്യാറാക്കുക. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിഹത്യ ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വ്യക്തി. അങ്ങനെയല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കുന്നത്. എല്ലാവരും കൃത്യമായ ഒരു ഐഡിയോളജി പറഞ്ഞ്, വികസനം പറഞ്ഞ്, ക്ഷേമം പറഞ്ഞു. ഇതിൽ വ്യക്തിയുടെ ശരീരഘടന എങ്ങനെയാണ്, വ്യക്തി വാക്ചാതുര്യം കൊണ്ടാണോ? ഇടതുപക്ഷം അങ്ങനെയാണ് നന്നായിട്ടാണ് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം പഠിപ്പിച്ചും പറഞ്ഞുമാണ് ഇടതുപക്ഷ സ്ത്രീകളെ എപ്പോഴും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കിട്ടുന്ന ഓരോ സമയത്ത് ഇപ്പോൾ എന്നെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു വലിയ ഉത്തരവാദിത്വം തന്ന പ്രസ്ഥാനം, എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ ഉത്തരവാദിത്വം തന്നത്. ഒരു ജില്ലയിലാകെ നിറഞ്ഞെന്ന് പ്രവർത്തിക്കാനുള്ള അവസരം വളരെ ചെറിയ പ്രായത്തിൽ തന്നതാണ്. അന്നും ഇത്തരത്തിലുള്ള പരാമർശമൊന്നും ഒരാളും അനാവശ്യമായി പറഞ്ഞിട്ടില്ല. MLA ആയിരിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ എല്ലാ കാലത്തും എല്ലാവരും എഴുതും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, അതും മണ്ഡലം കൺവീനറോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയർമാൻ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേവലമായൊരു മാപ്പ് പറച്ചിലിൽ തീരില്ല. ഇതിൻ്റെ ഒരു കറ ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു കറ ഒരു കാലത്തും മാഞ്ഞു പോവുകയില്ല. വ്യക്തമായൊരു രാഷ്ട്രീയമായൊരു വശം കൂടി ഇതിനുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി വളരെ ഉയർന്ന തലത്തിലാണ് ഇപ്പോൾ കായംകുളം. രാഷ്ട്രീയമായ ഇടതുപക്ഷ മുന്നണിയെ ആക്രമിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുമ്പിലാണ്. വ്യക്തിപരമായ സ്വഭാവവിശേഷങ്ങളുടെ കാര്യത്തിലും MLA വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. അപ്പോൾ പിന്നെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. ഒരു സ്ഥാനാർത്ഥി നിലവിളിച്ച് കൂവി വിളിച്ച് കരയുന്നു, അതിൻ്റെ കൂടെ ഈ തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നു. ഇതൊക്കെ ഒരു പ്രത്യേക അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ച് വോട്ട് പിടിക്കാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ലിജു കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷനിൽ കരഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് 3 തവണ, ഞാൻ 4 തവണ മത്സരിച്ചു, 3 തവണ തോറ്റു, എനിക്ക് ഇനിയും തോക്കാൻ വയ്യ, പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞ് അതും ഈ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ്. കരഞ്ഞു വിളിച്ചു, കൂവി വിളിച്ചു. MLA അത് അങ്ങനെ ഒരു ഇതുണ്ടോ, കരുതുന്നുണ്ടോ? നരേറ്റീവിലൂടെ ഇങ്ങനെ സൃഷ്ടിക്കാൻ സന്ദർഭ തരംഗം ശ്രമമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ ഒരു കാര്യത്തിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ജാതി അടക്കം വന്നു. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നേരിടുമ്പോൾ ഇതിലും വലിയ അതിക്രമങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ കൊണ്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മയ്ക്ക് അടക്കം കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്? ശക്തമായ പിന്തുണ കിട്ടാതെ ഒരു സ്ത്രീക്കും മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. എല്ലാ കാലത്തും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് പാർട്ടിയും കൊണ്ട് കുടുംബം തന്നെയാണ്. അപ്പം അത് വ്യത്യസ്തമാണ്. ഇത് ഞങ്ങൾക്ക് പാർട്ടിയും കുടുംബമാണ്.
പാർട്ടി സപ്പോർട്ടും കുടുംബ സപ്പോർട്ടും എല്ലാം ഒന്നിച്ച് ചേർത്ത് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ത്രീക്ക്. അത് വളരെ ഭംഗിയായിട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ രംഗത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല. എല്ലാവിധമായ പിന്തുണയും വീട്ടിനകത്തു നിന്നുമുണ്ട്, പാർട്ടിക്കകത്തു നിന്നുണ്ട്. ആദ്യം പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടെന്നുള്ള വലിയ രൂപത്തിൽ അടിച്ചിറക്കി മറ്റൊരു തരത്തിലൊരു ഇതുണ്ടാക്കാൻ നോക്കി. ഇവിടെ തന്ത്രം മാത്രമാണ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നത്. നമുക്ക് നേര് പറയാം, ശരി പറയാം, നേര് പറഞ്ഞ് വോട്ട് പിടിക്കാം, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളാവാം. അത് ഞങ്ങൾ ഇന്നും എല്ലാ കാലത്തും അതാണ്. പ്രത്യേകിച്ച് കായംകുളത്തെ രാഷ്ട്രീയം എല്ലാവരും ഇവരെല്ലാവരും ഇലക്ഷൻ്റെ പ്രചരണ പ്രവർത്തനത്തിന് ലീഡിങ് റോൾ ചെയ്യുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും LDF ആണ്. അപ്പോൾ ആരും തന്നെ അനാവശ്യമായ ഒരു വാക്ക് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ കൊടുക്കാറില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഞങ്ങൾക്ക് സൃഷ്ടിച്ചതാണ് ഒരുപാട്. അന്നും പറയാത്ത വാചകങ്ങൾ ഉയർത്തിക്കാട്ടി ഞങ്ങൾ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത്. അന്നും ഇതുപോലെയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വളർത്തുടിച്ചു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും കേൾക്കെ ഇത്രയും മോശമായ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നവരല്ല ഞങ്ങൾ. ഒരു പറ്റം പാവപ്പെട്ട താഴെയുള്ള സഖാക്കളടക്കം ഒരുപാട് പേർ അധ്വാനമാണ് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അത് ഞങ്ങൾ ആ രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഇത് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു, ഇതും ഞാൻ വ്യക്തിപരമായി ഇതിന് ഞാൻ എടുക്കുന്നില്ല. കാരണം ഇത്രയും സുസംഘടിതമായ സംഘടന കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യത്തിൽ വിഷമം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരാളുടെയും കുടുംബമല്ലല്ലോ, അവരുടെ കുടുംബമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവർ രാഷ്ട്രീയമാണ്, സംഘടനയാണ്. അത് നേരത്തെയും പറഞ്ഞു. അദ്ദേഹം അത് ആലപ്പുഴയിലെ MP തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കൺവെൻഷനിലാണ് തുടർന്ന് ഈ നാടകീയമായ രംഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയും. ഇലക്ഷന് സഹതാപമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇലക്ഷൻ ഞങ്ങൾക്ക് രാഷ്ട്രീയം തന്നെയാണ്. വ്യക്തമായിട്ട് ഞങ്ങളതാ പറയുന്നത്. പിന്നെ നിങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഇത്തരത്തിൽ കേരളത്തിൽ നല്ല ഒരിടത്തും അനാവശ്യമായി ഒരു സ്ത്രീയെയും അപമാനിച്ചുകൊണ്ട് 10 വോട്ട് കൂടുതൽ നേടാനായിട്ട് ദയവ് ചെയ്ത് ഒരാളും ശ്രമിക്കരുത്. കായംകുളത്ത് ആദ്യമായിട്ടല്ല താങ്കൾ സ്ഥാനാർത്ഥിയായിട്ട്, ഇതിനു മുമ്പ് വ്യക്തിപരമായി തന്നെ താങ്കളെ പല രീതിയിൽ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോഴും അതിനുശേഷവും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പ്രതിഭ കരയുന്നത് കണ്ടിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രതിഭ കരയുന്നത്. അത്രയും മാനസികമായി ഇത് ബാധിച്ചു എന്നല്ല എന്ന് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തരും അത് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓരോരുത്തരടുത്ത് കേട്ട് നോക്കിക്കും. മറ്റേതൊരു പരാമർശത്തെയും പോലെ അല്ലല്ലോ ഇത്. അങ്ങേയറ്റം വേദന